അപ്പോൾ ഹലോ ഗമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് തട്ടയുടെ സർവറായിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പുതിയ ബേസൊക്കെ വെച്ചു. ഇതാണ് ഫാൽക്കൺ. ഫാൽക്കൺ ഫാൽക്കൺ ഗൈസ്. അപ്പോൾ അത് ഫാൽക്കണിൻ്റെ ബേസാണ്. ഇത് DD ഗെയിമിങ് ബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് പറഞ്ഞാൽ പിന്നെ ഗൈസ് ഞാൻ ഒരു സെർവർ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ലോഞ്ച് ഇന്നാണ്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്കാണ് എൻ്റെ ഞാനുമാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്ക്. എല്ലാവരും കയറിക്കോ. എന്നിട്ട് ഓണാക്കാൻ പറഞ്ഞത് ഞാൻ ഓണാക്കി തന്നേക്കാം. ആരും ഇപ്പം അങ്ങനെ കയറാത്തതുകൊണ്ട് ഓണമല്ല. പിന്നെ ഉള്ള ഇതൊന്നും അടയ്ക്കണം. Inventory full of chowder. Here full chowder. ഗൈസ്, അപ്പോൾ ഇന്നലത്തേക്കാൾ ഇച്ചിരി മാറ്റമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിയിലവിടെ മൂടി, പിന്നെ ഇവിടെ ഈ വുഡ് വെച്ചു ഗൈസ്. പക്ഷേ ഇത് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാന്നറിയില്ല. കയറി നിൽക്കണം ബ്ലോക്ക് കൊള്ളാലേ. അപ്പോൾ പിന്നെ നമ്മുടെ ആക്സൊക്കെ തീരാറായി ഗൈസ്. എന്ത് ചെയ്യും? എൻ്റെ ഉണ്ടാക്കട്ടെ. ശവലും തീരാറായി. ഇഷ്ടമാതിരി ചവറൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോയി കിട്ടും. അപ്പോൾ അതൊന്നും മൈൻഡ് ആണെന്നായി പോരാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ അവിടെ ചെസ്റ്റൊക്കെ വെച്ചാടുന്നു. ഇതെല്ലാം എന്തൊരു ചവറാണ് എൻ്റെ ഇൻവെൻ്ററിയിൽ. ചവറൊക്കെ എങ്കിലും അപ്പോൾ രാത്രിയാവോ കയറി ഒന്ന് ഉറങ്ങട്ടെ. ഇവിടെ വെച്ചിട്ട് ശരിയാവില്ല. ഈ അറ്റത്ത് ഇവിടെ വയ്ക്കണം. ക്രാഫ്റ്റിൻ്റെ ലാൻഡാണ് ആരാ വെച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. LTG കുട്ടൻ കുറേ പ്രാവശ്യം ഈ ചാവണം. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്തൊക്കെ ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. എനിക്കൊരു പ്രോഗ്രസ് വീഡിയോ ആയത്. അപ്പോൾ എന്ന് ഇടിക്കണ സൗണ്ട് കേൾക്കണ്ട. അത് അടുത്തൊരു ആലുണ്ട്, അവിടെ നിന്നാട്ടോ. പിന്നെ ഇവിടെ മൂടണം. നമുക്ക് ഇവിടെ എന്തോ ഓരോ ഇച്ചിരി പ്ലെയിൻ ആയിട്ടുണ്ട്. അത്ര നല്ലതല്ലേ. അപ്പോൾ ഗൈസ്, DD ഗെയിമിൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഇന്നും കൊടുത്തേക്കാം. ഇന്നും എല്ലാവരും പോയി സബ്ബാക്ക്. ബീഹേവ് പൊട്ടിച്ചെടുക്കട്ടെ. വെറുതെ ഉണ്ടാക്കിയിട്ട് ഓടിക്കുന്നില്ല. പക്ഷെ അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ചോട്ടോ. ബി വല്ല മരിയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇടുകയുള്ളൂ. ഇവിടെ നോക്കിയിട്ട് ബി ഒന്നും കാണില്ല ഗൈസ്. പിന്നെ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഫാൽക്കൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ കേക്കൊക്കെ ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത്. ഫാൽക്കൻ്റെ കേക്കൊക്കെ തിന്നുകൊണ്ട് വളരെ ഇറക്കണം. ഇതൊന്ന് മൂടത്തെ അടുത്ത് നിൽക്കുന്നതൊക്കെ ഇവിടെ എടുത്തുണ്ടോ ഇഷ്ടം മാതിരി കയ്യിലുണ്ട്. പിന്നെ എന്തിനാണാവേ ക്രാഫ്റ്റ് നിർത്തിയിട്ട് ഞാൻ എന്നോട് പറയാം. ആ സെർവർ എങ്ങാണ്ട് നിർത്തിന്ന് തോന്നുന്നു. എന്നാന്നറിയില്ല. ഞാൻ വീഡിയോ ഇടാൻ പോകുമ്പോൾ അത് ഓഫായി കിടക്കുമായിരുന്നു. എന്നാന്നറിയില്ല. അപ്പം ഞാൻ അതങ്ങ് നിർത്തി. ഫോണല്ലെങ്കിൽ പിന്നെ എന്തിനാ അത്. ഇവിടെ ഇനി വേറെ മോബ് സ്പോണാകൂടാ. ചുമ്മാ ഇരിക്കട്ടെ.
കൂബി വെയിറ്റ് ഇല്ല ഗൈസ്. അപ്പോൾ പറ്റുന്നവരൊക്കെ സെർവറിൽ കയറണം. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഇത് അത്യാവശ്യം സ്പെഷ്യലായിരിക്കും. നമുക്ക് കേക്ക് കഴിക്കാൻ പറ്റുന്ന എപ്പിസോഡാ. നമ്മുടെ ഫാൽക്കൺ GTയുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ ക്ലിയറാക്കണം. ഇതൊക്കെ ക്ലിയറാക്കി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ. ഇപ്പം ഇവിടെ അത്യാവശ്യം രസമില്ല ഗൈസ്. ഉള്ളൊരു ബ്രേക്കുകളാ ഇവിടെ ഒരു സെറ്റായി. ഇത്ര നാളെ ചുമ്മാ അലങ്കോലായി കിടന്ന ഏതോ ഒരു സ്ഥലം. ഈ ഫാൽക്കൺ കുറേ നിലയില്ല. വെള്ളം ഒഴിക്കൽ തുടങ്ങി. അപ്പോൾ നമുക്കെന്നാ അല്ല ബ്രോ, അപ്പം നമുക്കിന്ന് എന്താണ് ചെയ്യണ്ടേ? ഇവിടെ ഒരു ഗുഹയുണ്ട്. ഞാൻ ചുമ്മാ ഇതിൽ സ്പ്രൂസ് വുഡൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വല്ലതും ചെയ്യണോ? ഇച്ചിരി കോൾ എടുക്കാം. അപ്പോൾ ഇത് നേരെ ഒന്ന് എൻ്റെ ആവണേ. നമ്മുടെ പുറകുവശത്താ. അപ്പോൾ ഇവിടെ ഇന്ന് എന്ത് പണി? അങ്ങനെ ബോൾമീൽ ഉണ്ടാക്കുവാൻ എടുത്തോളാം. പക്ഷേ ഇവിടെ ഇതാരാണ് ഇവിടെ സത്തില്ല. അന്ന് നമുക്കിന്ന് ആ ഗുഹയിൽ ചുമ്മാ എന്തായാലും കാണിക്കാം. ഫുഡ് തീരാതെയില്ലോ. എൻ്റെ ഇനി സ്ലാബ് ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു. അല്ലാതെ ഇഷ്ടം മാതിരി ഇരിക്കുന്നുണ്ട്. അയ്യോ, സ്റ്റെയറൊക്കെ എടുത്തേക്കാം. സ്റ്റെയറൊക്കെ എപ്പോഴാണ് ആവശ്യം? ഒരു കസേരയിലുണ്ട്. വേണം ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ ആക്കാം. നല്ല സ്ഥലമല്ലേ? എന്നാൽ ഇത് നമ്മുടെ മൈനിങ് ഏരിയ ആട്ടോ ഗൈസ്. നമ്മൾ ഇവിടെ നിന്നൊരു മൈനിങ് തുടങ്ങാം. അപ്പം ഈ സ്ഥലം ഫുള്ള് നേരെയാക്കി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഇവിടെ ഇത്ര സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. ഞാൻ നിങ്ങളോട് ചുമ്മാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൗണ്ടിൽ ഇപ്പോൾ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്നാന്നറിയില്ല. ഒക്കെ ഉണ്ടായിരുന്ന ഭയങ്കര
ഗൈസ് അപ്പം ഞാൻ ഇത്ര നേരം മിണ്ടണ്ടിരുന്ന ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പം ചെയ്ത് കഴിഞ്ഞ് അപ്പം നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഞാൻ ചെയ്ത്. ആ മതി, വെറുതെ എന്തിനാ ഫുഡ് കളയണേ. അപ്പം അങ്ങനെ ഇത്രയൊക്കെ മതി പോരട്ടെ ഞാൻ. ഗൈസ് അപ്പം നമുക്കല്ലേ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നാ ചെയ്യണമെന്ന്. ഇപ്പം തോന്നി നമുക്ക് ഇതുണ്ടാക്കിയാലോ എന്ന്. മറ്റേ ഒരു എന്ത് അയ്യോ അത് മറന്നു എന്നായിരുന്നു ഗൈസ്. എന്നാ കഷ്ടമാണ്. ഇതിൻ്റെ മേളിൽ കയറിക്കാം. Guys, look at me. I am fire. I am fire. Guys, അപ്പോൾ നമുക്ക് സ്പ്രൂസ് സാപ്ലിങ് എടുക്കല്ല, അത് ഇന്നെ ഡിസ്പോണായി പോകും. കണ്ടോ ഇപ്പോൾ ഒരെണ്ണം ഡിസ്പോണായി പോയതാണ്. അയ്യോ എല്ലാം ഡിസ്പോണായി പോയാൽ കിട്ടിയില്ലേ? 9 കിട്ടി. അത് മതി ധാരാളം. ഒരെണ്ണം എന്താ ഇവിടെ നിൽക്കട്ടെ, ചുമ്മാ ചോദിക്കേണ്ടി. അയ്യോ ഇതെന്നായി കാട്ടണേ ഗൈസ്. അപ്പോൾ അത് ഒരു സോംബി ചേടാ, അവൻ ചാവല്ലേ. എനിക്ക് അവനും പോയി കൊല്ലാനായിരുന്നു. ഗൈസ് ഫാർമറിൻ്റെ സ്ഥലത്ത് ഇപ്പരാട്ടോ ഗൈസ്. ഞാനല്ല ഇപ്പത്തെ ഇതിൽ കൂടെ പോയി ചാർജഡ് ക്രീപ്പർ അല്ലേ ഇതേ നിൽക്കണ ചാർജഡ് ക്രീപ്പറല്ലേ ഗൈസ്. ചാർജഡ് ക്രീപ്പറിലാണ് ഗൈസ്. അതെനിക്ക് തോന്നിയതാണോ? എൻ്റെ ചുറ്റിനും കാണുന്ന ചാർജർ ക്രീപ്പറിന് ചുറ്റിനും കാണിക്കാറുള്ള പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒരു എൻഡർമാനെ കൊല്ലാതെ 2 ദിവസം ഇതിൽ കൂടെ ഇങ്ങനെ നടക്കും. നീയൊക്കെ എന്തിനാടാ ഇവിടെ ഇങ്ങനെ പോണം? എൻഡർമാനെ കാണില്ല കേട്ടോ. ഇത്രയും നേരം ഇപ്പം ഇതിൽ കൂടെ നടക്കണ്ടായിരുന്നു. പമ്കിനെ ഗൈസ്. പിന്നെ നമുക്കല്ലൊരു വില്ലേജ് എല്ലാം കണ്ടുപിടിക്കണം കേട്ടോ. നമുക്കത് എന്നൊരു വില്ലേജ് അപ്പം പോവാം. അടയാളമായിട്ട് ഇതങ്ങ് വെച്ചേക്കാം. ഗൈസ് അപ്പോൾ പോയി നോടെ ഗൈസ്. വണ്ടിയുടെ സൗണ്ട്. ഇതന്നെ സൈൻ ബോർഡ് ചുമ്മാ വെച്ചാണോ? ഇതാരാ ഗൈസ്? പമ്കിനടുത്തുണ്ട് ഈ വില്ലേജ് ഉണ്ടാവുന്നൊക്കെ എന്താ പറയൂലേ? സത്യമല്ലേ? എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ ഇവിടെ അടുത്ത് വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നോ? നമുക്കുണ്ടല്ലോ ഇച്ചിരി ബ്രിച്ചിൻ്റെ വുഡ് സാപ്ലിങ് വേണം. അത് നമ്മുടെ കയ്യിലില്ല. ഒരു സാപ്ലിങ് ഒരു ബ്രിച്ചിൻ്റെ നിങ്ങളുടെ ഇതിലെല്ലാം കിട്ടിയില്ല. ഒരെണ്ണം മതി. ഇതൊന്നും അല്ലാത്തപ്പോൾ ചുമ്മാ ചാടിക്കിടക്കോടുന്നു ഓരോന്നിൻ്റെ. ഈ ഹോയും കൊണ്ട് തന്നെ കാണിക്കണം. എന്നാ ഹോയാവട്ടെ. ഇവിടെ ഇതിന് പറ്റില്ല. ഇതിനും കിട്ടില്ല. പിന്നെ നഷ്ടം. ഒരെണ്ണം ഒരു 4 കിട്ടിയോ?
വന്ന വഴി മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആ കോബിൾ സ്റ്റോൺ വെച്ചോണ്ട് ഭാഗ്യം. ഗൈസ് ഇവിടെ കണ്ടില്ലായിരുന്നൊരു കോബിൾ സ്റ്റോൺ ഞാൻ വെച്ചത്. ഗൈസ് അയ്യോ വെച്ച കോബിൾ സ്റ്റോൺ എന്തായി? ആ കണ്ടു. ഇനി ഗൈസ് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അവിടെ എല്ലാം വില്ലേജ് ഉണ്ടായാലോ. ഈ വഴിയല്ല ഞാൻ വന്നിട്ടുള്ളതാണോ? മരമൊക്കെ ആരോ വെട്ടിവെച്ചാണോ? ഏതൊരു പ്ലെയിൻസ് അല്ലേ, ചുമ്മാ ഒന്ന് പോയി നോക്കാം. അല്ല വില്ലേജ് ലക്കിന് കിട്ടിയാലോ. വില്ലേജ് ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഇത്രയും നടന്നിട്ട് ഒരു വില്ലേജ് പോലും ഇല്ലല്ലേ. നഷ്ടം. അതന്നെ കൈസ് അതന്നെ. അയ്യോ അത് ഫാൽക്കണിൻ്റെ ബസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചെത്തിയോ? വെറുതെ പോയ ഇവിടം വരെ വന്നത്. ഇവിടെയാണോ ഞാൻ വഴി തെറ്റി പോകുന്നതുകൊണ്ട് ഇത്ര നേരം പേടിച്ചു തന്നെ. ഈ വലയുടെ കളി കയറി നിന്നിട്ട് നോക്കാം. ഗൈസ് ഒരു സവാന ഭയം കാണുന്നുണ്ട്. ഗൈസ് ഫാൽക്കന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാ. ഓടിപ്പോയോ അല്ല കേക്ക് തീർന്നു. ഓടിപ്പോ. ഗൈസ് ഫാൽക്കന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. മൈനിങ് ഏരിയ. ഇനി ഇതിൻ്റെ ഉള്ളോട്ടൊന്നും ഇറങ്ങിപ്പോയിട്ട് കാര്യമില്ല. ഇച്ചിരി ഫുഡ് കഴിച്ചു. നമുക്ക് ഫാൽക്കൻ്റെ പൈസ ഉണ്ട്. ഇതിലുള്ള മീനായിരിക്കൂലൊക്കെ. അവനെന്ത് എന്നിട്ട് റാഫെക്സ് എന്ന പോരാളി ഇവിടെ വന്നിട്ട് അവൻ അവിടെ പോയി വായി നോക്കി നിൽക്കുവല്ലേ. ഇതെന്നെ ഗൈസ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഇരിക്കണം എങ്ങനെയാന്ന്. അത് പൊളി. അവനെന്താ എൻ്റെ പലരാ. അപ്പോൾ ഇവിടെ എങ്ങനെ വയസ്സ് കയറിയിരിക്കണേ. അതെ അപ്പോൾ ഇതും പിടികിട്ടി. ഹലോ മിസ്റ്റർ ഫാൽക്കൺ. സുഖം. എൻ്റെ ഈ ചെറുക്കനെ കൊണ്ട് അപ്പോൾ നമുക്കൊരു വാഹനം കിട്ടിയിട്ടുണ്ട്, ഫാൽക്കൺ വാഹനം. അപ്പോൾ വഴി നമുക്ക് പോകാം. തൊഴിലാളി നിൽക്കടാ.
എ ഫാൽക്കൺ. മരമൊക്കെ വളരുന്നുണ്ട് അവിടെ. ഫാൽക്കൻ്റെ തലയിലിരുന്ന് സവാരി ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സവാനയിൽ നിന്ന് ഒരു സാപ്ലിങ് എടുത്തോണ്ട് വരാം. അതിനൊക്കെ മുമ്പല്ലേ നമുക്ക് ആ ബെഡൊന്നും എടുത്തേക്കാം. അങ്ങനെ എടുക്ക് രാത്രി ആയാലോ. അപ്പോൾ ഞാൻ സവാനയിൽ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ സാപ്ലിങ് എടുത്തു വന്നാൽ അത് തിരിച്ചു പോട്ടോ. എനിക്ക് ആ പേടിയാവുക. ഞാനത് വഴി തെറ്റിപ്പോയി. പിന്നെ ആ കോബിൾസ് കാണിച്ചിട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കുഞ്ഞു സോംബിയെ കത്തിക്കൊണ്ട് ചാവാറായിരുന്നു. ഇച്ചിരി ഇട്ട് രക്ഷപ്പെട്ട ഫാൽക്കൻ്റെ വീട് കണ്ടു. അത് മതി. ഇപ്പോഴൊരാശ്വാസമായ. അങ്ങനെ 2 ഫുഡ് കിട്ടിയിട്ട് ഇനി നമുക്ക് 2 ടൈപ്പ് ഫുഡും കൂടെ വേണം. പെയിലോക്കും പിന്നെ മറ്റതും ഏത് ചെറിയും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം തന്നെ ഈ വുഡ് എവിടെയെങ്കിലും നടത്തിനെ എവിടെയെങ്കിലും പോയി ചത്ത അതും കൂടെ കളയണ്ട. സവാനയുടെ എന്നെന്താ അറിഞ്ഞെന്നറിയില്ല. ബിർച്ച് ഈ പരിസരത്തൊന്നും ഇല്ല. അപ്പോൾ ബിർച്ചും കിട്ടി, സവാനയും കിട്ടി. ഇപ്പോഴാണ് സമാധാനമായി വീട്ടിലെത്തിയപ്പോൾ. പിന്നെ അവിടെ പോയി ബെഡും കൂടെ അവിടെ നിന്ന് വെച്ച പിന്നെ നമ്മുടെ വീഡിയോ തീരുക. റീസ്പോണ് സെറ്റ് ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മളെ ബേസ് പ്രോഗ്രസ് നടത്തി കുറേ. അതാണൊരു മതിയല്ലോ ഗൈസ്. അപ്പോൾ എന്തോതി അപ്പോൾ നമ്മുടെ വീടിനും വെച്ച് ഐശ്വര്യമായിട്ട് തീർക്കാൻ്റെ ബർത്ത്ഡേ പിന്നെ ആഘോഷിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ജോയിൻ്റ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.